ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് സർവേയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ 15ാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, ഞാൻ പ്രോബ്ലംസ് ഷെയർ ചെയ്യാം കേട്ടോ. PDF ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ? ക്വസ്റ്റ്യൻസ് വിസിബിൾ അല്ലേ? അതെ. സോ ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് ടു ഡിസ്റ്റൻസസ്, ടാക്കിയോമീറ്ററിന്റെ ഒരു പ്രോബ്ലം ആണ് കേട്ടോ. Two distances 200 meter and 298 meter are measured from a tachyometer instrument, and corresponding staff intercepts are 2 meter and 3 meter respectively. Additive constant will be options 4, 1, 2, 98. So what is the equation connecting these all parameters? ഏതാണ് നമ്മുടെ ടാക്കിയോമീറ്ററിന്റെ ഇക്വേഷൻ? എന്താണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത്? നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ഒക്കെ. എന്താണ് സ്റ്റാഫ് ഇന്റർസെപ്റ്റിനെയും ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ് ടാക്കിയോമീറ്ററിന്റെ? H is equal to KS plus C. D is equal to KS plus C. ഓക്കെ, അതില് ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് ഡിസ്റ്റൻസിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത് ടാക്കിയോമീറ്ററിന്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ രണ്ട് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് സ്റ്റാഫ് ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ട്, S1 S2. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ രണ്ട് സ്റ്റാഫ് ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അഡിറ്റീവ് കോൺസ്റ്റന്റ്. വാട്ട് ഇസ് അഡിറ്റീവ് കോൺസ്റ്റന്റ്? സി ആണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? സി ആണ് സിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെ ചെയ്യാം നമ്മള്? നമുക്ക് ആകെ കൂടി ഒരു ഇക്വേഷൻ നമുക്ക് അറിയുന്നത് D is equal to KS plus C. സോ ഇതിൽ രണ്ട് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് D1 D2 അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെ? അതിൽ രണ്ട് S1 S2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷനും കൂടി മൈനസ് സിയോ പ്ലസ് സിയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ നോർമലി ഇക്വേഷൻസ് സോൾവ് ചെയ്യില്ലേ? രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ഒരു അൺനോൺ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യില്ലേ? ആ ഒരു മെത്തേഡാണ് വരുന്നത്. ദെൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. D is equal to KS plus C. അതില് C ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ. ഓക്കെ, സോ നമ്മൾ എങ്ങനെ എഴുതാം? KS1 S1ഉം S2 നമുക്ക് ഗിവൺ വാല്യൂസ് ആണ്, 2ഉം 3ഉം ആണ്. സോ അത് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. K into 2 plus C is equal to D യുടെ വാല്യൂ D1 D2 നമുക്കറിയാം, 200ഉം 298ഉം ഇട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? 2 minus 1, ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? K into 3, അതായത് ഈ ഒരു ടേം കണ്ടില്ലേ? അതായത് നമുക്ക് ഈ ടേം കോമൺ ആയിട്ട് നമുക്ക് വേറെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല, അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ആയിട്ട് സിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തൂടെ? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സി മാത്രമാണ് അൺനോൺ ഉണ്ടാവുക. അങ്ങനെ നമുക്ക് സിയുടെ വാല്യൂ എത്രയാന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇക്വേഷനിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ എക്സാമിന്. എളുപ്പല്ലേ ഇത്? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ജസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. നമ്മൾ നോർമലി നമ്മുടെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന പോലെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ട് ഒരു അൺനോൺ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് വരിക? അത് ജസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ ഓരോ അൺനോണിനെ കണ്ടുപിടിക്കുക. അത് ആ നോർമൽ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള അൺനോൺ ഏതാന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് നോർമൽ മെത്തേഡാണ്. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ എടുക്കുന്നതിൽ വല്ല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ, മിസ് എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, സോ റൈറ്റ് ഡൗൺ ദിസ് പ്രോബ്ലം. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, തന്നെ ചെയ്യാം കേട്ടോ, നോക്കാതെ തന്നെ ചെയ്യാം. ആൻസർ വരുന്നത് 98 ആണ്. 98 അല്ല, സിയുടെ വാല്യൂ, കെയുടെ വാല്യൂ ആണ് 98. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിയുടെ വാല്യൂ ആണ്, അത് 4 ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ വരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലാത്തൊരു മ്യൂട്ട് ചെയ്യാം. Two distances 200 meter and 298 meter are measured from tachyometer instrument, and corresponding staff intercepts are 2 meter and 3 meter respectively. Additive constant will be.
41298. സോ ഇതില് 98 തന്നിട്ടുണ്ട്. അത് കെയുടെ വാല്യൂ ആണ്. അത് മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് ആണ് നമുക്ക് കിട്ടിയത്. ചോദിച്ചിട്ടുള്ളത് അഡിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. ചിലപ്പോൾ രണ്ടും ചോദിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് ചോദിക്കാം, ഏത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ. കഴിഞ്ഞു മിസ്സേ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം എളുപ്പമുള്ളതാണ്. അതെങ്ങനെ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. If the latitude and departure of a line AB with bearings measured at A are 40 meter and 30 meter respectively, estimate the length of the line AB. എങ്ങനെയാണ്? ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും തന്നിട്ടുണ്ട്. 40 മീറ്ററും അതുപോലെ 30 മീറ്ററും ആണ്. ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ലെങ്ത് ഓഫ് ലൈൻ എ ബി? എങ്ങനെ കിട്ടാ? എ ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ പറ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ട് നമുക്കിപ്പോ എങ്ങനെയാ ലെങ്ത് ഓഫ് എ ബി കണ്ടുപിടിക്കുക? ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും തന്നിട്ടുണ്ടെങ്കിൽ എന്താ മിണ്ടാതിരിക്കുന്നേ? എല്ലും ഡിയും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ലെങ്ത് കണ്ടുപിടിക്കുക? റൂട്ടോ L square plus D square. ഇതല്ലേ ചോദിക്കുന്നുള്ളൂ. എന്താണ് മിണ്ടാതിരിക്കുന്നത്? റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ആ ഡിസ്റ്റൻസ് എന്നുള്ളത് കിട്ടും. എഴുതണോ ക്വസ്റ്റ്യൻ? ഞാനിത് നിങ്ങൾ വേഗം പറയുന്ന വിചാരിച്ചിട്ട് ചോദിച്ചത്. എഴുതണോ? നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എഴുതണമെങ്കിൽ എഴുതുന്ന വേഗം. ഇഫ് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എ ലൈൻ എ ബി വിത്ത് ബെയറിംഗ്സ് മെഷേർഡ് അറ്റ് എ, ഞാൻ പ്രോബ്ലത്തിന്റെ രീതി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. ഇഫ് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എ ലൈൻ എ ബി വിത്ത് ബെയറിംഗ് മെഷേർഡ് അറ്റ് എ ആൻഡ് എ ആർ 40 meter and 30 meter respectively, estimate the length of the line AB. Options 70 meter, 50 meter, 10 meter and 35 meter.
50 meter. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. Next problem. Using Prismoidal method, what is the volume of the in cubic meter of earthwork required for 10 meter deep pit if the top and bottom dimensions are 4 meter by, അതായത് ടോപ്പിലത്തെ ആ ഒരു വോളിയത്തിന്റെ കേട്ടോ, ടോപ്പിലെ സർഫസിന്റെ ഏരിയ ആണ് പറഞ്ഞിട്ടുള്ളത് 4 meter by 8 meter ആൻഡ് ബോട്ടം ഡയമെൻഷൻ എന്ന് പറയുന്നത് 8 meter by 16 meter റെസ്പെക്റ്റീവ്ലി. പ്രിസ്മോയിഡൽ മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്താ ഇക്വേഷൻ ഉണ്ടാവുക? ഇക്വേഷൻ എന്താണ്? പ്രിസ്മോയിഡൽ മെത്തേഡ് വെച്ച് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വാട്ട് ഇസ് ഇക്വേഷൻ? ചെയ്തിട്ടുണ്ടോ ഈ ടൈപ്പ് പ്രോബ്ലം? ചെയ്തിട്ടുണ്ടോ നിങ്ങള്? വോളിയം ഓഫ് എർത്ത് വർക്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ടോ? വാട്ട് ഇസ് ഇക്വേഷൻ? V is equal to D by 6 by h by 3 അല്ലേ? h by 3 into d ആണെന്ന് വെച്ചാൽ d ഏതാണെന്ന് വെച്ചാൽ അത് d by 3 into a1 plus 4m plus 8. ഓക്കെ, സോ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മൾ പിറ്റിന്റെ ഡയമെൻഷൻസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാ മുകളിലും ബോട്ടത്തിലുള്ള സർഫസുകളാണ് കേട്ടോ, അതാണ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 10 meter ഡീപ് പിറ്റ്. ഓക്കെ, ഇതതിന്റെ മീൻ ഏരിയ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, വോളിയം ഓഫ് ദി എർത്ത് വർക്ക് റിക്വയർഡ് യൂസിങ് പ്രിസ്മോയിഡൽ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഫോർമുല. അതിൽ നിങ്ങൾ എച്ച് എന്നുള്ളത് ഡിഒ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കാറുള്ളത് ഏതാണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. V is equal to h by 3 into a1 plus 4m plus a2. ഓക്കെ, ഇതിൽ h എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ എടുക്കേണ്ടത് ഇത് മീൻ ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ d by 2 that is 10 by 2 that is 5 by 3 then a1 നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഏരിയാസും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. then 4m എന്ന് പറയുന്നത് നമ്മുടെ മീൻ ഏരിയ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് a1 plus a2 by 2. ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതുള്ളൂ. എങ്ങനെയാണ് വോളിയം ഓഫ് ദി എർത്ത് വർക്ക് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, മീൻ ഏരിയ ആണ് ഈ എ എം എന്ന് പറയുന്നത്. അത് a1 plus a2 by 2. a1 a2 നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്, എത്രയാണ് ഏരിയാസ് എന്നുള്ളത് ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കാം. ഡി എന്ന് പറയുന്നത് d by 2, അതായത് ഡീപ്പ് പിറ്റ് 10 meter ഡീപ്പ് പിറ്റ് ആണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ 10 by 2 ദാറ്റ് ഈസ് 5 by 3 into a1 നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദെൻ a2 തന്നിട്ടുണ്ട്. ഇത് മീൻ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക. 4m എന്നുള്ളത് 4 into എത്രയാണോ മീൻ ഏരിയ എന്നുള്ളത് അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യമുള്ളൂ, വോളിയം എത്രയാണ് വാല്യൂസ് എന്നുള്ളത്. ഓക്കെ, റൈറ്റ് ഡൗൺ ദി പ്രോബ്ലം യൂസിങ് പ്രിസ്മോയിഡൽ മെത്തേഡ്. ക്വസ്റ്റ്യൻ എഴുതിയോ നിങ്ങൾ? ഇല്ല, യൂസിങ് എഴുതിക്കോ. റൈറ്റ് ഡൗൺ ദി പ്രോബ്ലം യൂസിങ് പ്രിസ്മോയിഡൽ മെത്തേഡ്. വാട്ട് ഈസ് ദ വോളിയം ഇൻ ക്യൂബിക് മീറ്റർ of earthwork required for 10 meter deep pit if the top and bottom dimensions are 4 meter by 5 meter and 8 meter by 16 meter respectively. അതിന്റെ ഡയറക്റ്റ് ഇക്വേഷൻ ആണ് ആ വോളിയം ഓഫ് എർത്ത് വർക്ക് കണ്ടുപിടിക്കാനായിട്ട്. അതിലെ ഓരോ ഏരിയാസ് ഏതാന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് വോളിയം ഓഫ് ദി എർത്ത് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. ഇതൊക്കെ ചിലപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം, കാരണം ഇതിൽ നിന്നൊന്നും അധികം ട്വിസ്റ്റ് ചെയ്തിട്ടൊന്നും ചോദിക്കാനൊന്നും ഇല്ല. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ചില ടൈമിൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാറുണ്ട്, ഈ സെയിം വാല്യൂസ് തന്നെ ഇട്ടിട്ട്. ഓക്കെ,
ചെയ്തിട്ടുള്ള മെത്തേഡ് ഒന്ന് കാണിക്കാമോ മിസ്? കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഫിഗർ വരച്ചോളൂ കേട്ടോ. ഫിഗർ ജസ്റ്റ് ആ ഏരിയാസ് ഞാൻ കാണിച്ചു എന്ന് മാത്രം. ഇതിങ്ങനെ ഡീപ്പാണ്, അപ്പോ ബാക്കിലോട്ട് ഉണ്ടായി, അതായത് ആ ഒരു പിറ്റാണ്, അങ്ങനെ സങ്കല്പിച്ചോളൂ കേട്ടോ. 11 എന്ന് പറയുമ്പോൾ 4/8 എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ് വരുന്നത്. 8 എന്ന് പറയുന്നത് അതുപോലെ 10 മീറ്റർ ഡീപ്പ് പിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ 4 AM എന്ന് ഇട്ടേക്ക് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് ഏരിയ എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് വരും. ഇവിടെ 4 AM എന്ന് ഇട്ടേക്ക്, അതായത് മീൻ ഏരിയ. ഈ 4M പകരം വേണമെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷനിൽ എങ്ങനെയാണ് വരുന്നത്, വേണമെങ്കിൽ AM എന്ന് ഇടാം എന്ന് പറഞ്ഞു. മിസ് H5 ആണോ വരുന്നത്? ഇപ്പൊ H5 ആണല്ലോ വരുന്നത്. D/2 ആണ് എടുക്കുന്നത്. ഞാൻ വേണം നോക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ. എഴുതി കഴിഞ്ഞങ്ങ് പറയട്ടോ. മിസ് ഏരിയ അല്ലേ മുകളിൽ കണ്ടുപിടിച്ചേക്കുന്നത്? അതിന്റെ യൂണിറ്റ് m² അല്ലേ വരണ്ടേ? ശരിയാണ് ശരി കേട്ടോ. യൂണിറ്റ് മാറ്റിയേക്കട്ടോ, എഴുതിയപ്പോ തെറ്റിയത്. സ്ക്വയർ മുകളിലോ? ഇവിടെ തെറ്റ്. സ്ക്വയർ ആണ് കേട്ടോ യൂണിറ്റ്. വോളിയം ഓഫ് എർത്ത് പറയുമ്പോ ഇത് വോളിയം തന്നെയായിരിക്കും. ഇത് വോളിയം തന്നെയാണ്, ഇത് മാത്രം കേട്ടോ ഏരിയ. കഴിഞ്ഞോ? ഞാൻ നോക്കാം കേട്ടോ, അല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എഴുതി കഴിഞ്ഞോ നിങ്ങളുടെ? നെക്സ്റ്റ് പ്രോബ്ലം. ഇത് നിങ്ങൾ ചെയ്തിരുന്നു തോന്നുന്നു അല്ലെ? ഇത് AP എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. RL ഓഫ് എ ഫാക്ടറി ഫ്ലോർ ചെയ്തിട്ടുണ്ടോ? ഹൈറ്റ് ഓഫ് ടൈ ബീം ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടത്. ചെയ്തിട്ടുള്ളതല്ലേ? മിസ് ഇത് ചെയ്തു എന്നാണ് പറഞ്ഞത്. ചെയ്തിട്ടില്ലേ നിങ്ങളത്? ചെയ്തതല്ലേ? ഓക്കെ. ഇത് സെയിം ടൈപ്പിൽ വരുന്ന ലെവലിങ്ങിലത്തെ പ്രോബ്ലംസ് ആണ് ഇനി കുറച്ചുള്ളത്. ഇത് സെയിം ടൈപ്പ് പ്രോബ്ലം തന്നെയാണ് കേട്ടോ. ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഇത് വരുന്നത്. RL ഓഫ് എ ഫ്ലോർ പറയണ്ടല്ലോ, സെയിം ടൈപ്പ് ആണ് വരുന്നത്. വാല്യൂസിൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ. ഹൈറ്റ് ഓഫ് ദി സീലിംഗ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ രണ്ട് ഹൈറ്റ് ഡിഫറൻസും നമ്മൾ ആഡ് ചെയ്യുക. ആ ഒരു സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഓക്കെ, വേറൊരു പ്രോബ്ലം ചെയ്യാം. ഇതിലിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം എഴുതിയെടുത്തേക്ക്. ഡിഫറെന്റ് വേ ഓഫ് വേർഡ്സ് ഒക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് തന്നിരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ചെയ്തിരിക്കുന്ന രീതി അതിന്റെ സെയിം തന്നെയാണ്. ഓക്കെ, അടുത്തൊരെണ്ണം. ദി സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഓൺ എ വർക്ക്ഷോപ്പ് ഫ്ലോർ യൂസിങ് എ ലെവൽ ഈസ് 0.645 meter. The inverted staff reading taken to the bottom of the beam is 2.960 meter. Then RL of the floor is 40.500 meter, 500 meter. Then RL of the bottom of the beam is. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതും സെയിം ടൈപ്പ് തന്നെ വരുന്നത്. എങ്ങനെയാണ് ചെയ്യുക? ഇതിൽ ഡയറക്റ്റ് ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതില് മൈനസ് ഇത് ജസ്റ്റ് സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇത് പറയണ്ടല്ലോ എങ്ങനെയാ ചെയ്യുക? RL ഓഫ് ദി
ബോട്ടം ഓഫ് ദി ബീം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ RL ഓഫ് ദി ഫ്ലോർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? 40 പ്ലസ് എങ്ങനെ ചെയ്യാത്? 40 plus ആ, 0.645 then plus Plus 2.96. ക്ലിയർ ആണല്ലോ? അത് സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എ ലെവൽ ഇൻസ്ട്രുമെന്റ് അങ്ങനത്തെ പല ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഡിഫറെന്റ് എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ എല്ലാം ചെയ്യേണ്ടത് ആ ടൈപ്പ് ഇൻവേർട്ടഡ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലസ് സൈൻ എടുക്കണം എന്നുള്ളത് മാത്രം ഓർത്തു വെക്കും. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പ്രത്യേകത എന്നുള്ളത് വായിച്ചുതരാം. എ ലെവൽ ഇൻസ്ട്രുമെന്റ് അറ്റ് എ ഹൈറ്റ് ഓഫ് 1.320 മീറ്റർ ഹാസ് ബീൻ പ്ലേസ്ഡ് അറ്റ് എ സ്റ്റേഷൻ ഹാവിംഗ് RL. ആ സ്റ്റേഷന്റെ RL തന്നിട്ടുണ്ട് നമുക്ക്. ഇൻസ്ട്രുമെന്റ് റീഡ്സ് -2.835 മീറ്റർ ഓൺ എ ലെവലിംഗ് സ്റ്റാഫ്. സോ ഇതില് ഇൻവേർട്ടഡ് സ്റ്റാഫ് എന്നോ അങ്ങനെയുള്ള വേർഡ്സ് ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ആ ഇൻസ്ട്രുമെന്റ് റീഡ് ചെയ്യുന്ന വാല്യൂവിന് നെഗറ്റീവ് സൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതൊരു ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നെഗറ്റീവ് സൈൻ ആണ്. മറ്റേ നമുക്ക് സീലിംഗിന്റെ ഹൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഇൻവേർട്ടഡ് സ്റ്റാഫിന്റെ പ്രോബ്ലം ആയിരുന്നു. അല്ലെങ്കിൽ മറ്റേ ക്വസ്റ്റ്യനിൽ ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ആണെന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻസ്ട്രുമെന്റ് റീഡ്സ് -2.835 മീറ്റർ എന്നാണ്. അപ്പൊ എന്താണ് പറയണ്ടേ? അതൊരു ഇൻവേർട്ടഡ് സ്റ്റാഫിന്റെ പ്രോബ്ലം ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എല്ലാം സെയിം തന്നെ. RL ഓഫ് ദി ബോട്ടം ഓഫ് ദി ബ്രിഡ്ജ് ഡെക്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ സെയിം വേല തന്നെ. ആദ്യം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചു, പിന്നെ RL കണ്ടുപിടിച്ചു. അപ്പൊ ഇതില് നെഗറ്റീവ് റീഡിംഗ് എന്ന് പറയുമ്പോൾ അത് ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ആണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയത്. എഴുതണോ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണോ? റിപ്ലൈയിലുള്ള ക്വസ്റ്റ്യൻ എഴുതാൻ സമയം തരണോ അതോ സ്റ്റഡി മെറ്റീരിയൽ ഇട്ടാൽ മതിയോ? റിപ്ലൈ പറ വേഗം വേഗം. ഇതെന്താണ്? ഓക്കെ, വേണമെന്നില്ല. അപ്പോൾ ഇതിലുണ്ടായിരിക്കും, സ്റ്റഡി മെറ്റീരിയലിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നിൽക്കട്ടെ കേട്ടോ. അതൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അടുത്ത് നോക്കാം. ഓക്കെ, ഇൻ എ ലെവലിംഗ് വർക്ക് the sum of the backside and foresight have been found to be 3.085 meter and 5.645 meter respectively. സം ഓഫ് ദി ബാക്ക് സൈറ്റിന്റെ വാല്യൂ ആണ് 3.085ഉം ഫോർസൈറ്റിന്റെ വാല്യൂ ആണ് ഫോർസൈറ്റ് ആണ് നമുക്ക് 5.645 മീറ്ററും തന്നിരിക്കുന്നത്. ഓക്കെ, ഇഫ് RL ഓഫ് ദി സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ 100 മീറ്റർ ആണ് RL തന്നിട്ടുള്ളത്. RL ഓഫ് ദി ലാസ്റ്റ് സ്റ്റേഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയായിരിക്കും ചെയ്യുക? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ബാക്ക് സൈറ്റും ഫോർസൈറ്റും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ RL ഓഫ് ദി ഫസ്റ്റ് സ്റ്റേഷൻ തന്നിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? sigma backside Sigma. sigma foresight equal to RL of Level last RL minus first RL. ഓക്കെ, സോ അതെ, ഇവിടെ തന്നിരിക്കുന്നതിൽ ഫോർസൈറ്റ് ഇതാണ്, അതായത് ഇതൊരു ഫോൾ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക ആദ്യം. അങ്ങനെയും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ ഫോർസൈറ്റ് മൈനസ് ബാക്ക് സൈറ്റ് ചെയ്യുക. അതായത് ഒരു ഫോൾ ആണ്. ആ ഫോൾ എത്രയാന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി RL ഓഫ് ദി ലാസ്റ്റ് സ്റ്റേഷൻ എങ്ങനെ ചെയ്യാം? RL ഓഫ് ദി ഫസ്റ്റ് സ്റ്റേഷൻ മൈനസ് ഫോൾ ചെയ്യുക. അപ്പൊ നമുക്ക് വാല്യൂ എത്രയാന്നുള്ളത് കിട്ടും. ഓക്കെ, അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതിക്കോ. പിന്നെ ലെവലിംഗ് ബാർ എഴുതിയിട്ടുണ്ടോ? ഈ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ മുമ്പ്? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എഴുതിയിട്ടുണ്ടോ? ഇല്ല. Okay, write down the question. In a leveling work, the sum of the backside and foresight have been found to be 3.085 meter and 5.645 meter respectively. If the RL of the starting station is 100 meter, the RL of the last station is
ഇതെടുത്തു കഴിഞ്ഞോ? ഒക്കെ ഒരു സ്റ്റെപ്പില് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഞാന് ഓരോ സ്റ്റെപ്പും എടുത്ത് എഴുതിയെന്ന് മാത്രം. ഓക്കെ. കഴിഞ്ഞു മിസ്. ഓക്കെ. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇതിൽ ബാക്ക് സൈറ്റ് ഫോർ സൈറ്റ് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് ഓർഡർ എത്രയാന്നുള്ളത്, ഈ വാല്യൂസിന്റെ ഓർഡർ എന്താന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ടോ? മിസ് ആ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കാണിക്കോ? ഓക്കെ. ഓക്കെ. ഈ ഫയല് ഞാൻ ഇടുമ്പോൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതി വെച്ചോ, പക്ഷെ ഇതിന്റെ ആൻസർ എഴുതിയെടുക്കണ്ട. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ഫയലിൽ ഉണ്ടായിരിക്കും, അത് ഞാൻ ക്ലോസ് ചെയ്ത് ഇടുന്നുണ്ട്. അത് എഴുതണ്ട, അതിലൊരു മിസ്സിംഗ് ഉണ്ട്. ഓക്കെ. സോ ഇത്ര കഴിഞ്ഞു. അടുത്തത് ഡ്യൂറിങ് എ ലെവലിംഗ് വർക്ക് അലോങ് എ ഫോളിംഗ് ഗ്രേഡിയന്റ് യൂസിങ്, സോ അതിൽ കീവേഡ് തന്നെ ഫോളിംഗ് ഗ്രേഡിയന്റ് ആണ്. യൂസിങ് എ ഡംബി ലെവൽ and a staff of 3 meter length, following successive readings were taken: 1.785, 2.935, 0.360, 1.320. What will be the correct order of booking these 4 readings in a level book? അതില് ഏതൊക്കെയാണ് ബാക്ക് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പറയണ്ടല്ലോ അത് എങ്ങനെയാന്നുള്ളത് അറിയില്ലേ? ഫസ്റ്റ് റീഡിംഗ് എന്നുള്ളത് ബാക്ക് സൈറ്റ് ആയിരിക്കും. പിന്നെ ആ റീഡിങ് ചേഞ്ച് ചെയ്യുന്നിടത്ത് ഇന്റർമീഡിയറ്റ് സൈറ്റ് ഫോർ സൈറ്റ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത സ്റ്റേഷൻ വരുമ്പോൾ ബാക്ക് സൈറ്റ് ഉണ്ടായിരിക്കും. ലാസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഫോർ സൈറ്റ് ആയിരിക്കും. ഓക്കെ, അത് നോക്കി ചെയ്യാം. അടുത്തത് ഇത് ചെയ്തിട്ടുണ്ടോന്ന് പറഞ്ഞോളൂ. എ ബെഞ്ച് മാർക്ക് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് എ സോഫിറ്റ് ഓഫ് എൻ ഓർണമെന്റൽ ആർച്ച്. ചെയ്തിട്ടുണ്ടോ ഈ ആർച്ചിന്റെ പ്രോബ്ലം? ഇല്ല. At the non elevation of 100 meter above the mean sea level, the backside used to establish the height of the instrument is an inverted staff reading of 2.105 meter. A forward side reading with a normally held staff of 1.105 meter is taken on a recently constructed plinth. You have to find out the elevation of the plinth. ഇത് ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ ചെയ്തിട്ടുള്ള നോർമൽ മെത്തേഡ് തന്നെയാണ് വരുന്നത്. ആദ്യം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് ആ എലിവേഷൻ ഓഫ് ദി പ്ലിൻത്ത് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ കുറെ വാല്യൂസ് അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് കുറെ സെന്റൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഇൻവേർട്ടഡ് സ്റ്റാഫിന്റെ സെയിം പ്രോബ്ലം തന്നെയാണ് വരുന്നത്. ഓക്കെ, എഴുതണം. അത് സെയിം മെത്തേഡാണ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആദ്യം കണ്ടുപിടിക്കുക നമ്മൾ, ദെൻ എലിവേഷൻ ഓഫ് ദി പ്ലിൻത്ത് ചെയ്യാം. ചെയ്യണോ? എഴുതണം. Okay, write down the question. A benchmark has been established at the soffit of an ornamental arch at the non-elevation of 100 meter above the mean sea level ആണ് പറഞ്ഞിരിക്കുന്നത്. The backside used to establish the height of instrument is an inverted staff. അവിടെ ബാക്ക് സൈഡിൽ തന്നെ ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. 2.105 ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. A forward side reading with a normally held staff, that is 1.105 meter, is taken on a recently constructed plinth. The elevation of the plinth is. എഴുതുമ്പോൾ ഓപ്ഷൻസ് കൂടെ എഴുതിക്കോളൂ കേട്ടോ. എന്നിട്ട് ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങളും കൂടി ചെയ്തോളൂ.
ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എടുക്കുമ്പോൾ ഉള്ള ബാക്ക് സൈറ്റ് ആണ് നമുക്ക് ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോർമലി ചെയ്യാറുള്ളത് RL പ്ലസ് ബാക്ക് സൈറ്റ് ആണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ RL മൈനസ് ബാക്ക് സൈറ്റ് ചെയ്യണം. പിന്നെ എലിവേഷൻ, പ്ലിന്തിന്റെ എലിവേഷൻ കണ്ടുപിടിക്കാൻ ചെയ്യുമ്പോൾ നോർമൽ ഫോർ സൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ എന്താ ചെയ്യേണ്ടത്? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് 1.105 ചെയ്യാം. ഓക്കെ, അതാണ് ഇതിലൊരു ഡിഫറൻസ് വരുന്നത്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്. ഓക്കെ, ദെൻ ചെയ്തോളൂ. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇസ് ഈക്വൽ ടു, ഇതിൽ ഈ ഒരു റീഡിംഗ് ആണ് നമ്മളോട് ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കുമ്പോൾ RL മൈനസ് 2.105 ഇട്ടിട്ട് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചത്. ദെൻ എലിവേഷൻ ഓഫ് പ്ലിന്ത് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് 4 സൈറ്റ് ചെയ്യാം. ഓക്കെ, എഴുതിയെടുത്ത് കഴിഞ്ഞ് പറയട്ടോ. ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യാം. ഞാൻ എഴുതിയിട്ട് നോക്കാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട, തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്താൽ പറയാം. നമുക്കിനി ആ ഒബ്ജക്റ്റീവ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസിന്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അല്ലേ, അത് കംപ്ലീറ്റ് ചെയ്യാം. എഴുതിയെടുത്ത് കഴിഞ്ഞാൽ പറയട്ടോ. കഴിഞ്ഞു മിസ്. ഓക്കെ, ഇനി നമുക്ക് ആ ഒബ്ജക്റ്റീവ് ബുക്കിന്റെ PDF ഞാൻ ഷെയർ ചെയ്യാം. ഇത് ഞാൻ ഇതിലിടുന്നുണ്ട്, സ്റ്റഡി മെറ്റീരിയലുണ്ട്. അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് അതിൽ നിന്ന് വേണമെങ്കിൽ ആവശ്യമുള്ളവർ എഴുതിയെടുക്കാം. ഓക്കെ, അടുത്ത ഫയൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. വിസിബിൾ അല്ലേ ക്വസ്റ്റ്യൻസ്? അല്ല മിസ്സേ. ഓക്കെ, ഇപ്പോഴോ? ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ലേ? ക്വസ്റ്റ്യൻസ് കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇതില് നമ്മൾ 150 ക്വസ്റ്റ്യൻസ് ആണല്ലേ അന്ന് ചെയ്തത്. നോക്കട്ടെ, മാർക്ക് ചെയ്തത് പ്ലെയിൻ ടേബിൾ വരെ അങ്ങോട്ട് നമ്മൾ എത്തിയായിരുന്നു. 150, 151. നോക്കട്ടെ, ഒരെണ്ണം വെയിറ്റ് ചെയ്യണേ, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം. നെക്സ്റ്റ് 151 തൊട്ട് കേട്ടോ. In the intersection method of plane tabling, the number of stations needed to be set up are 2. okay. 2. 2. Okay. 2. Clarity കുറവുണ്ടോ ക്വസ്റ്റ്യൻസിന് കാണാനായിട്ട്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 152. 3-point problem can be solved by tracing paper method, graphical method, trial and error method, all of these. All of this.
Next, strength of fix of a plane table is options: accuracy in centering, accuracy in locating the position of the instrument station by taking observations to 3 stations, fixity of table while solving 2-point problem. None of this. Accuracy. Strength of fixer. Accuracy in locating position instrument. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബി. ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ഈ ഓപ്ഷൻ 2 ഇതായിട്ട് തന്നായിരുന്നു, അതല്ലായിരുന്നു. ഓക്കെ, 2-point പ്രോബ്ലത്തിന്റെ അല്ല. ഫിക്സ് എന്ന് പറഞ്ഞ accuracy in locating position of the instrument station by taking observations to 3 stations ആണ് വരുന്നത്. ഓക്കെ, then fix of the table is good when. എപ്പോഴാണ് ഗുഡ് എന്നുള്ള കണ്ടീഷൻ വരുന്നത്? ഓക്കെ, ഓപ്ഷൻസ്: സ്റ്റേഷൻ is within the great triangle, middle station is much nearer than other 2 stations, angle subtended between 2 stations is not very small. All of this. D. D. Option all of this. All of this. Okay. A poor fix of the plane of the table is എപ്പോഴാണ്? When the station is within the great triangle, when station is near the great circle, angle subtended is large. None of this. B. 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 When the station is near the great circle. Then 2-point problem and 3-point problem are method of orientation, resection, orientation and resection. None of this. Orientation and resection. Orientation and resection ആണ് കേട്ടോ. Then resection by 2-point problem as compared to 3-point problem gives more accurate result, take less time, requires more labor. None of this. Accurate. Time അല്ലേ സർ? Accurate. More accurate അല്ലല്ലോ. അല്ല, ഇതിലെ സി ആണ് കേട്ടോ വരിക. റിക്വയർസ് മോർ ലേബർ ആണ് വരിക 2-point പ്രോബ്ലത്തിന് കേട്ടോ. ഓപ്ഷൻ സി ആണ് അതിന് ആൻസർ വരിക. ആക്യുറേറ്റ് അല്ല കേട്ടോ, കമ്പയർ ടു 3-point പ്രോബ്ലത്തിന് കമ്പയർ ചെയ്യുമ്പോൾ 3-point problem ആണ് ആക്യുറേറ്റ് ആയിട്ട് വരും. അതെന്തായാലും അല്ല, ഇതിൽ വരുന്നത് റിക്വയർസ് മോർ ലേബർ ആണ് വരിക. ഓക്കെ, അടുത്തത് if plane table is not horizontal in a direction at right angles to the alidade, then the line of sight is parallel to fiducial edge only for horizontal sight, inclined sight upward, inclined sight downward. None of this. Plane table is not horizontal in a direction at right angles to the alidade, then line of sight is parallel to fiducial edge only for upward ആണ്. Inclined sight upward. horizontal sight ആണ് വരുന്നത്. horizontal sight. അപ്പൊ not horizontal in direction. If plane table is not horizontal in direction at right angles to the alidade, then the line of sight is parallel to fiducial edge only for നോക്കണം. രണ്ടാമത്തെ സെന്റൻസ് ഓക്കെ. ഫസ്റ്റ് സെന്റൻസ് അത് കാണുമ്പോൾ ഓപ്ഷൻ എ നോക്കട്ടെ. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതിന്റെ ഓപ്ഷൻ കറക്റ്റ് ചെയ്ത് ഇടാം. ഓക്കെ, നെക്സ്റ്റ്. To orient a plane table without 2 inaccessible points, the method generally adopted is. കറക്റ്റ് മെത്തേഡ് 2-point പ്രോബ്ലം ഉള്ളതുകൊണ്ട് അത് എടുക്കാം കേട്ടോ. നെക്സ്റ്റ്, കോണ്ടൂറിംഗ് ഈസ് നോട്ട് നെസസറി വെൻ സ്കെയിൽ ഓഫ് ദി പ്ലെയിൻ ഈസ് ലെസ് ദാൻ. അത് വേണ്ട, അത് നൺ ഓഫ് ദിസ് ആണ്. അതിൽ കറക്റ്റ് ആൻസർ ഇല്ല, അതിൽ നൺ ഓഫ് ദിസ് ആണ് വരുന്നത്. ഇഫ് ഇൻ പ്ലെയിൻ ടേബിൾസ് കാണുന്നില്ലേ? ഇൻ പ്ലെയിൻ ടേബിൾസ് അത് ഡിസ്റ്റർബൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഫാനിന്റെ അങ്ങോട്ട് സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇൻ പ്ലെയിൻ ടേബിൾ സർവേ error due to centering should not exceed the scale divided by 25, 40, 50, 80. In plane table survey, error due to centering
should not exceed the scale divided by. ഞാനും കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻ. 40 ആണ് കിടക്കുന്ന ആൻസർ. അറിയുമായിരിക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻ? കണ്ടിട്ടുണ്ടോ ആ ഒരു ക്വസ്റ്റ്യൻ ആരെങ്കിലും എവിടെയെങ്കിലും? ഇല്ല. ഇല്ല മിസ്. ഇൻ പ്ലെയിൻ ടേബിളിംഗ് സൈറ്റിംഗ് ആൻഡ് ഓപ്ഷൻസ് വായിക്കാം, അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് പറയാം കേട്ടോ. സൈറ്റിംഗ് ആൻഡ് പ്ലോട്ടിംഗ് ആർ ഡൺ സിമിൾട്ടാനിയസ്ലി. ഇന്റർസെക്ഷൻ മെത്തേഡ് ബാക്ക് റേസ് ആർ ഡ്രോൺ. ടേബിൾ ക്യാൻ ബി ഓറിയന്റഡ് ബൈ സൈറ്റിംഗ് ദി പ്രീവിയസ് സ്റ്റേഷൻ. ഓൾ ഓഫ് ദിസ് ഏതായിരിക്കും കറക്റ്റ്? ഡി. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും അതിൽ കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദിസ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, an object situated on other side of a river and inaccessible from plane table station can be located by. എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? ഓപ്ഷൻ ബി, ഇന്റർസെക്ഷൻ മെത്തേഡ്. ദെൻ അടുത്തത് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ. ഇതും സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇറഗുലർ ഒബ്ജക്ട്സ് ക്യാൻ ബി പ്ലോട്ടഡ് ആക്യുറേറ്റ്ലി. മെത്തേഡ് ഓഫ് റേഡിയേഷൻ ഈസ് മോസ്റ്റ് suited when the stations to be plotted are visible and accessible. Method of intersection, it is used to plot broken boundaries. All of this. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ all of this, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ദെൻ അടുത്തത്, ഷിഫ്റ്റിംഗ് സെന്റർ ഇസ് an arrangement provided in surveyor compass, tilting level, theodolite, plane table. Theodolite. ഓപ്ഷൻ സി, theodolite. ദെൻ അടുത്തത്, കൺസിഡർ ദി ഫോളോയിങ്. കുറെ ടെസ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഓർഡർ, കറക്റ്റ് ഓർഡർ ഓഫ് ദി ടെസ്റ്റ് ഫോർ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് ദി തിയോഡലൈറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ് കറക്റ്റ്? ക്രോസ് ഹെയർ റിംഗ് ടെസ്റ്റ്, പ്ലേറ്റ് ലെവൽ ടെസ്റ്റ്, കൊളിമേഷൻ ടെസ്റ്റ്, ദെൻ സ്പയർ ടെസ്റ്റ്. ഇതില് ഏതാണ് കറക്റ്റ് ഓർഡർ വരുന്നത്? ഓക്കെ, ഏതായിരിക്കും ഫസ്റ്റ്? നമ്മൾ ഏതാ ചെയ്യാ? ഇത് വന്നിട്ട് പറഞ്ഞിരിക്കുന്നതില് അത് മനസ്സിലായാൽ തന്നെ, അതായത് ലാസ്റ്റ് ചെയ്യേണ്ടത് സ്പയർ ടെസ്റ്റ് ആണ്. ഓക്കെ, ദെൻ അത് ഓൾമോസ്റ്റ് 3 ഓപ്ഷൻസിലും സ്പയർ ടെസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഫസ്റ്റ് ചെയ്യേണ്ട ടെസ്റ്റ് ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ കിട്ടും. പ്ലേറ്റ് ലെവൽ ടെസ്റ്റ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് വരുന്നത് സ്പയർ ടെസ്റ്റ് ആണ്. സോ അത് വരുന്നത് ഓപ്ഷൻ ബി മാത്രമാണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി. ആദ്യം പ്ലേറ്റ് ലെവൽ ടെസ്റ്റ്, ദെൻ ക്രോസ് ഹെയർ റിംഗ് ടെസ്റ്റ്, then collimation in azimuth test, then spire test. So option B ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, then അടുത്തത്, in plate level test of theodolite, vertical axis is made truly vertical by manipulating. എങ്ങനെയാണ് അത് ട്രൂലി വെർട്ടിക്കൽ ആക്കുന്നത്? ഫുഡ് സ്ക്രൂ, capstan screw, wing nuts, shifting center arrangement. ഏത് യൂസ് ചെയ്തിട്ടാ വെർട്ടിക്കൽ ആക്സിസ് ട്രൂലി വെർട്ടിക്കൽ ആക്കുന്നത്? എങ്ങനെയാ നമ്മള്? ഫുഡ് സ്ക്രൂ. അടുത്തത്, ഇൻ ഒപ്റ്റിക്കൽ തിയോഡലൈറ്റ് ഗ്രാജുവേറ്റഡ് സർക്കിൾസ് ആർ മെയ്ഡ് ഓഫ്. എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ്? ഏതാ? ബ്രാസോ. ഒപ്റ്റിക്കൽ തിയോഡലൈറ്റില് ഗ്രാജുവേറ്റഡ് സർക്കിളാ? ഗ്ലാസ് അല്ലേ? ഗ്ലാസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ നോക്കി നോക്കാം. ഗ്ലാസ് ആവാനാണ് ചാൻസ്. നോക്കട്ടെ കേട്ടോ. ഞാൻ ഗ്ലാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. നിങ്ങളത് പറഞ്ഞ കാരണം ഞാൻ ഒന്നുകൂടി നോക്കാം. അടുത്തത്, ദി പ്രോസസ് ഓഫ് ടേണിംഗ് ദി ടെലിസ്കോപ്പ് അബൌട്ട് ദി വെർട്ടിക്കൽ ആക്സിസ് ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഏതാണ്? ഓക്കെ, ഓപ്ഷൻ ഡി, സി.
അടുത്തത് leveling head of a transit theodolite consists of parallel plates, tri-back plate, leveling screw, all of this. Leveling head, all of this. Then the size of the theodolite is specified by എങ്ങനെയാ? Diameter of lower plate. Diameter of the lower plate. അടുത്തത് ഫണ്ടമെന്റൽ ലൈൻസ് ഓഫ് ട്രാൻസിറ്റ് ആർ ഏതൊക്കെയാ തന്നിരിക്കുന്നതിലെ? horizontal axis and line of collimation, vertical axis, axis of plate level and bubble line of telescope level, all of this. ഏതാണ് fundamental lines? All of this. Then അടുത്തത് വേണ്ട 174 കേട്ടോ. A straight line tangential to longitudinal curve of the level tube at its center is called horizontal axis, line of collimation, bubble line, line of sight. Bubble line. Bubble line. Bubble line. Option C. Then Trunnion axis or transverse axis is ഏതാണ്? Axis about which telescope can be rotated in the vertical plane. Axis about which telescope can be rotated in the horizontal plane. Also called line of collimation. None of this. Option A. Axis about which telescope can be rotated in the vertical plane. അതാണ് ട്രണിയൻ ആക്സിസ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത്. അടുത്തത് if 176 കേട്ടോ. If lower clamp screw is tightened and upper clamp screw it is loosened, then the theodolite may rotate on its. എവിടെയാ റൊട്ടേറ്റ് ചെയ്യുക? Inner spindle. ഇന്നർ സ്പിൻഡിലാണ്. അതായത് ലോവർ സ്ക്രൂ ആണ് ടൈറ്റൻ ചെയ്തിരിക്കുന്നത്. ലോവർ സ്ക്രൂ is tightened and upper clamp. So option B ആണ് വരുന്നത്. Inner spindle with a relative motion with a then അടുത്തത് telescope is said to be normal when the bubble of the telescope is 177. Telescope is said to be normal when the bubble of the telescope is Up and the face of the vertical circle is left. left. Option B. Up and the face of the vertical circle is left. അടുത്തത് the process of bringing vertical circle to the right of the observer if it is not originally to the left and vice versa is called Changing face. changing face. Option mistake ആണ് എടുക്കുന്നത്. അടുത്തത് പാരലാക്സ് മേ ബി എലിമിനേറ്റഡ് ബൈ. എങ്ങനെയാ പാരലാക്സ് എലിമിനേറ്റ് ചെയ്യാം? Both A and B. ഓപ്ഷൻ ബി. ഫോക്കസിംഗ് ഓഫ് ദി ഒബ്ജക്റ്റീവ്. അടുത്തത് എറർ ഡ്യൂ ടു എക്സെൻട്രിസിറ്റി ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ ആക്സിസ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ. B അല്ലേ? പാരലാക്സ് അല്ലേ? Both A and B comes. ശരി കേട്ടോ, അത് ബോത്ത് എ ആൻഡ് ബി ആണ് വരുന്നത്. അടുത്തത് എറർ ഡ്യൂ ടു ഞാൻ വായിക്കാൻ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ എറർ ഡ്യൂ ടു എക്സെൻട്രിസിറ്റി ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ ആക്സിസ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ. എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക? റീഡിങ് ബോത്ത് വെർനിയേഴ്സ് ആൻഡ് ടേക്കിംഗ് ദി മീൻ ഓഫ് ദി ടു ഒബ്സർവേഷൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ വരാം കേട്ടോ. റീഡിങ് ബോത്ത് വെർനിയേഴ്സ് ആൻഡ് ടേക്കിംഗ് ദി മീൻ ഓഫ് ദി ടു ഒബ്സർവേഷൻ. അടുത്തത് error eliminated by taking mean of both phase observation is error due to. എന്ത് error ആണ് നമ്മൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത്? eccentricity, imperfect adjustment of levels, line of collimation not being ഏതാണ്? C. Line of collimation not being perpendicular to horizontal axis. അടുത്ത 182. By method of repetition of a horizontal angle measurement, the error eliminated is the error due to eccentricity, then wrong adjustment of line of collimation and Trunnion axis, inaccurate graduation, then all of this. Graduation. ആണോ?
ഇതിൽ all of this ആണ് കിടക്കുന്നത്. By method of repetition of horizontal angle measurement, the error eliminated is the error due to. കൺഫേം ആയിട്ട് അറിയോ ആർക്കെങ്കിലും? നമ്മുടെ റാങ്ക് ഫയലിൽ എഴുതിയിട്ടില്ലേ ഗ്രാജുവേഷൻ എറർ മാത്രം റിപ്പീറ്റേഷൻ മെത്തേഡ്. നോക്കാനാണത്. അടുത്തത് in the double application of principle of reversion used in the adjustment of vertical hairs, the apparent error is. നമ്മൾ കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. In the double application of a principal reversion used in the adjustment of vertical hairs, the apparent error is. ഇതിൽ കിടക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 4 times ആണ് കിടക്കുന്നത്. പക്ഷെ അറിയോ ഇതാർക്കെങ്കിലും? ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. നോക്കി നോക്കാം, ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. നോക്കി നോക്കാം കേട്ടോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അടുത്തത് അറിയേണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. സ്പയർ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാ, എന്താ അഡ്ജസ്റ്റ് ചെയ്യാനാ യൂസ് ചെയ്യുന്നത് സ്പയർ ടെസ്റ്റ്? ഓപ്ഷൻ ബി, ഹൊറിസോണ്ടൽ ആക്സിസ്. ദെൻ അടുത്തത് errors eliminated by taking both phase observations are error due to. ടു ഫേസ് ഒബ്സർവേഷൻസ് എടുക്കുന്നത് എന്ത് എറർ എലിമിനേറ്റ് ചെയ്യാനാണ്? അത് all of this ആണ് കേട്ടോ വരുന്നത്. The next one, if altitude bubble is provided both on index frame as well as on telescope of theodolite, then leveling of the instrument is done with reference to. Altitude bubble on index frame, altitude bubble on telescope, both A and B, none of this. If altitude bubble is provided both on index frame as well as on telescope of theodolite, then leveling of the instrument is done with reference to. അത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ്. ബോത്ത് A and B ആണ് കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് ബബിൾ ഓൺ ഇൻഡെക്സ് ഫ്രെയിം ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ബബിൾ ഓൺ ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആൾട്ടിറ്റ്യൂഡ് ബബിൾ ഓൺ ടെലിസ്കോപ്പ്. അടുത്തത് 187 ഞാൻ വായിക്കാം. The included angles of a theodolite traverse are generally measured. എവിടേക്കാണ്? Clockwise from back station. അതന്നെ ഓപ്ഷൻ എ തന്നെയാണ് അതിന്റെ ആൻസർ വരുന്നത്. Clockwise from back station ആണ് വരുന്നത്. Then അടുത്തത് 188. The observer to observe an included angle with a better accuracy, the method most preferred method ഏതാണ്? Better accuracy ke retraction, repetition, double observation, none of this. ഏതാണ്? Repetition. Option B ആണ്. An angle of deflection right can be directly obtained by setting the instrument to read 0 on the check station, 0 on the back station, 90 degree on the back station, and 180 degree on the back station. An angle of deflection right can be directly obtained by setting the instrument to read 0 on the back station. അടുത്തത് in a closed traverse by included angles, the sum of measured interior angles ഏതാണ് വരിക? 2n minus 4 into 2n minus 4 right angles. Option B. Then in a closed traverse, a closing error should not be more than n into least count root n right into angles. Option B. Ratio of ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. Ratio of closing error to the perimeter of the traverse is called എന്താണ്? Relative closing error. അടുത്തത് the angular land linear measurement of the part of the traverse can be checked by astronomical error, cut-off lines, well-defined objects, all of this. The angular land linear measurement of the part of അതില് നോക്കാം. cut-off lines ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലത്തെ ഓപ്ഷൻസ് അധികം വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. The distance between terminal points computed from a subsidiary traverse
run between them is called എന്താണ്? ട്രാവേഴ്സ് ബേസ്, ട്രാൻസ്വേഴ്സ് ബേസ്, കറക്റ്റഡ് ബേസ്, ട്രാവേഴ്സ് ലെങ്ത്. ട്രാവേഴ്സ് ബേസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഉറപ്പില്ലാത്തത് നോക്കാൻ നിൽക്കാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ. ബെയറിംഗ് ഓഫ് ദി ട്രാവേഴ്സ് ലൈൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ എന്ത് മെത്തേഡ് വെച്ചിട്ടാണ് ബെയറിംഗ് കണ്ടുപിടിക്കാൻ പറ്റുക? ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡ്, ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്, ബോത്ത് എ ആൻഡ് ബി, ബോത്ത് എ ആൻഡ് ബി. അടുത്ത് if L is the latitude, D is the departure, then direction of closing error is given by എങ്ങനെ ഡയറക്ഷൻ എങ്ങനെ കിട്ടുക? tan inverse Tan inverse d by sigma L. D by L. ഓപ്ഷൻ ബി. ഓപ്ഷൻ എ അല്ല, അത് സൈൻ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ടാൻ ഇൻവേഴ്സ് ആണ് കേട്ടോ. Then L is the അടുത്ത ക്വസ്റ്റ്യൻ, if L is the latitude and D is the departure, then closing error എങ്ങനെ കിട്ടുക? ക്ലോസിംഗ് എറർ root of sigma L square plus L square plus D square. ഓപ്ഷൻ എ. അടുത്തത്, if included angle is greater than 180 degree, then deflection angle is right handed or positive, left hand or negative, 90 degree, none of these. If included angle is greater than 180 degree, then deflection angle right hand and positive ആണ്. നോക്കാം. അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ ഈ കറക്റ്റ് ഡൗട്ട് ഉള്ളത് മാത്രം പറഞ്ഞുതരാം കേട്ടോ, മാർക്ക് ചെയ്തിട്ട്. അടുത്തത്, the difference between two bearings of a last line as observed at the first and the last station of a traverse is called. Difference between two bearings of the last line as the last line observed at the first and last station of the traverse is called. അത് സെന്റൻസ് നോക്കണ്ട, അത് ക്ലോസിംഗ് എററിനെയാണ് പറയുന്നത്. Then according to Bowditch rule, correction to latitude or departure of any side is equal to എന്താണ്? എന്തായിരിക്കും വരിക? According to Bowditch rule, correction എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? The perimeter of the traverse divided by divided by perimeter of the traverse. Option A ആണ് വരിക കേട്ടോ. ബി ആരാ പറഞ്ഞ? ബി ആണോ പറഞ്ഞത്? ഇതല്ലേ ഓപ്ഷൻ എ അല്ലേ വരാ? അടുത്തത്, ഇത്ര മതി നമുക്ക് ഇന്ന് വെച്ച് ഇവിടെ വെച്ച് നിർത്താം. ഈ ഫയലും കൂടി ഇടാം, 200 വരെ ഉള്ളത്. അതിൽ ഡൗട്ട് ഉള്ളത് നിങ്ങൾ നോക്കണ്ട, ഇടയ്ക്കിടത്തൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വല്ലപ്പോഴൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. എഴുതിയെടുക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് അറിയാത്ത, തീരെ അറിയാത്ത വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എഴുതിയെടുത്ത് വെക്കാം. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്താണ്? പ്രിന്റ് എടുത്തിട്ടാണോ പഠിക്കണ്ടേ? ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ സ്റ്റഡി മെറ്റീരിയലാണ് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കി വായിച്ചു പഠിക്കുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എഴുതിയെടുക്കാം. അത് മെറ്റീരിയൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യില്ല കേട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ലീവ് ചെയ്തോളൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. എക്സാമിന് ശ്രദ്ധിച്ചോളാം, ഇപ്രാവശ്യം ബിൽഡിംഗ് കൺസ്ട്രക്ഷനും കൂടി ഉണ്ടായിരിക്കും കേട്ടോ. അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല, പകുതിയല്ലേ എടുത്തിട്ടുള്ളൂ, കുറച്ച് പോർഷൻസ് അല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അത്രയും പോർഷൻസ് പഠിക്കുക കേട്ടോ. ഓക്കെ, ലീവ് ചെയ്തോളൂ. താങ്ക് യു.